എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ പാവ് ഭാജി മസാല ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, അതിലെങ്ങനെ വേണമെങ്കിലും മുറിച്ചിടാം കേട്ടോ. പിന്നെ 10 ബീൻസ്, പിന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ബ്ലാൻഡ് ചെയ്തിട്ട് എടുത്ത് വെച്ച കോളിഫ്ലവർ, 8 മണിക്കൂർ കുതിർത്ത പട്ടാണി, പിന്നെ ഒരു 1/4 ഭാഗം ബീറ്റ്റൂട്ട്, ഒരു വലിയൊരു കഷ്ണം, പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് കളറിന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അത് അവിടുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഉള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൊരിയുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച 2 വലിയുള്ളി അതും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വാടുകയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് പിന്നെ ഒരു ഗ്ലാസ് പോലെ ആയാൽ മതി. ഗ്ലാസ് പരുവെന്ന് പറയില്ല. ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ച് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കാം. പച്ചമണം പോയാൽ മതി. ആ സമയത്ത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി, ഇത് ഞാനിപ്പോൾ വലിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ എടുക്കാം കേട്ടോ. 5 or 6 എടുക്കാം. അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്. ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്കർ വിസിൽ വന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിസിലെല്ലാം ഇറങ്ങി. അപ്പോൾ ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. നിങ്ങളുടെ അടുത്ത് മാഷർ ഇല്ലെങ്കിൽ ഗ്ലാസ്സില്ലേ, കുപ്പി ഗ്ലാസിൻ്റെ ബാക്ക് കൊണ്ട് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി നല്ല അലിഞ്ഞും കൊണ്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി നോക്കൂ, നല്ല കണ്ടോ, നല്ല റെഡ് കളറായില്ലേ. തക്കാളിയാണ് ഇതിൻ്റെ കളർ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം വേവൊന്നും വേണ്ട, ഒന്ന് ആ ചൂട് കിടന്ന് ഒന്ന് അങ്ങ് ആയാൽ മതി. ഈ ഒരു ഇളക്കേ വേണ്ടു കേട്ടോ, ഒന്ന് ഇളക്കിയിട്ടാൽ മാത്രം മതി. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത്. അതും കൂടി ഇതിന് നല്ലൊരു കളറായിരിക്കും. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോയാൽ ഉടനെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് അത് ആ കുക്കറിലുള്ള ബാക്കി അടിയിലെല്ലാം ഉണ്ടാവില്ല, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളക്കുകയോ വേണ്ടു, ഒരു തിള വന്നാൽ മതി. കാരണം ഇതെല്ലാം നല്ലോണം ആദ്യമേ വെന്തത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു തിള അത്രയേ വേണ്ടു. ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല തിള വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിച്ചു പോകണ്ടെന്ന് വെച്ചിട്ട്, എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങൾ പിശുക്കണ്ട, കുറച്ച് നല്ലോണം തന്നെ ചേർത്ത് കൊടുത്തേക്ക്. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് ബ്രെഡ് നോക്കാം. നമ്മളടുത്ത് ബ്രെഡ് മറ്റേ പാവ് ഭാജി ബണ്ണില്ലെങ്കിൽ സാധാരണ ബ്രെഡ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതാ ബണ്ണൊന്ന് മൊരിച്ചെടുക്കാം നമുക്ക്. ദോശക്കല്ലുമ്മൽ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നല്ലോണം, ഞാൻ എല്ലാ ഭാഗമൊന്നും ആക്കുന്നില്ല, കാരണം അപ്പുറം എന്തായാലും വെന്തതാണല്ലോ. ഇത് വേഞ്ഞിട്ടല്ല, എന്നാലും ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നിർബന്ധമായിട്ട്. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു.